യുദ്ധത്തിൻ്റെ 24-ാം ദിവസം, അതായത് 2026 മാർച്ച് 23 രാത്രിയോടെ നമ്മുടെ മുന്നിലെത്തുന്ന യുദ്ധകാല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു 5 ദിവസത്തേക്ക് ഏതായാലും ഇനി നേരത്തെ വിചാരിച്ച പോലുള്ള കാര്യം ചെയ്യില്ല. ഇറാന്റെ ഊർജ പ്ലാന്റുകൾക്ക് മേൽ പറഞ്ഞിരുന്നല്ലോ 24-ാം തീയതി വെളുപ്പിന് UAE സമയം 3:45, അതായത് ചൊവ്വാഴ്ച വെളുപ്പിന് UAE സമയം 3:45 ആക്രമണം ആരംഭിക്കും, ഇറാന്റെ സർവ്വ ഊർജ പ്ലാന്റുകളും നശിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന ആ കാര്യം 5 ദിവസത്തേക്ക് ഇനി ഇല്ല എന്ന രൂപത്തിലാണ് ട്രംപ് ഇന്ന് വളരെ നാടകീയമായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായി പറയുന്നത്, ഇറാൻ അങ്ങോട്ട് വിളിച്ച് ഒരു ചർച്ച തുടങ്ങി വെച്ചു. ആ ചർച്ചയിൽ ഒരു 15 പരിപാടി, 15 പൊതുസമ്മത എഗ്രിമെന്റ് ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ആ കാര്യങ്ങളിൽ ചിലത് ട്രംപ് തുറന്നു പറയുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് 2 ഇടങ്ങളിലായിട്ടാണ്, ഇന്നിപ്പോൾ രാത്രി ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗിൽ മേക്കിംഗ് അമേരിക്ക സേഫ് എഗെയിൻ എന്ന തലക്കെട്ടിൽ ഒരു ചർച്ചാ വേദിയിൽ ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണം 5 ദിവസത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനവും നടത്തുകയാണ് ഉണ്ടായത്. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് പറയപ്പെടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ഓരോന്നോരോന്നായി ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ സൂചിപ്പിക്കാം. ഇറാനിലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു നേതാവുമായിട്ടാണ് ഇത്തരം ഒരു സന്ധി സംഭാഷണം നടത്തിയത്. അതേതായാലും ഇപ്പോഴത്തെ പരമോന്നത മേധാവി മുജ്തബ ഖാമിനി അല്ല എന്ന് ട്രംപ് പറയുന്നു. ഇറാന് കുറച്ചു നാളത്തേക്ക് എണ്ണ ഉപരോധം മാറ്റിക്കൊടുത്തത് ഇപ്പോഴത്തെ നിലവിലെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കാരണം യുദ്ധത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നും ട്രംപ് പറയുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചാലും $20,000 കോടി പെന്റഗണിന് കൊടുക്കണം എന്നുള്ള വാദം അതങ്ങനെ തന്നെ നിൽക്കും, കൊടുക്കുകയും ചെയ്യും എന്ന് ട്രംപ് പറയുന്നു. ഇറ്റ് ഈസ് നൈസ് ടു ഹാവ്. പെന്റഗണിന് കാശുള്ളത് എപ്പോഴും നല്ലതല്ലേ എന്ന അർത്ഥത്തിൽ ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ഹാവ് എന്ന പ്രയോഗം അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 5 ദിവസത്തേക്ക് ആക്രമണമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വളരെ നാടകീയമായി ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാന സംഗതി, ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗം ഉടൻ തന്നെ സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കും. അതിനുള്ള തീരുമാനമായി അമേരിക്കയും ഇറാനും ചേർന്നായിരിക്കും ഹോർമൂസിനെ ഇനി കൺട്രോൾ ചെയ്യുക. അതായത് ട്രംപും ഇറാന്റെ പരമോന്നത മേധാവിയായിട്ടുള്ള ആയത്തുള്ള ആരാണോ ആ ആയത്തുള്ളയുമായിട്ട് രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും സംയുക്തമായിട്ട് ഹോർമൂസിനെ ഭരിക്കുക എന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് പറഞ്ഞ വാചകം എങ്ങനെയാണ്, മീ ആൻഡ് ദി ആയത്തുള്ള, ഹുവർ ദി ആയത്തുള്ള ഈസ്. ഇറാനാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞ ട്രംപ് തൻ്റെ ഭാഗത്തു നിന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ കുഷ്ണറും ഇതിൽ ഭാഗമായി എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് റെസ്പെക്റ്റഡ് ലീഡർ എന്ന വാക്ക് മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്, പേര് പറഞ്ഞിട്ടേയില്ല. ഇന്ന് തിങ്കളാഴ്ച അമേരിക്കയിൽ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്നും ഈ ആഴ്ച തന്നെ നേരിട്ട് ഫിസിക്കലായിട്ട് നേതാക്കന്മാരെല്ലാം ഇരുന്ന് സംസാരം തുടർന്നു കൊണ്ടുപോയി ഒരു തീരുമാനത്തിൽ എത്തിക്കുമെന്നും കൂടി ട്രംപ് പറയുകയാണ്. ഇറാൻ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്, നമുക്കും അതിയായ ആഗ്രഹമുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. 15 പരിപാടികളുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറയുന്ന കാര്യങ്ങളിൽ ചിലത് കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്, ഇറാന്റെ കൈവശം യാതൊരുവിധ ആണവായുധവും ഉണ്ടാകരുത്, ആണവോർജവും ഉണ്ടാകരുത്. ഇപ്പോൾ എന്തെങ്കിലും എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് അമേരിക്ക എടുത്തുകൊണ്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണവ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, ന്യൂക്ലിയർ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതും അമേരിക്ക കൊണ്ടുപോകും എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടി ട്രംപ് സൂചിപ്പിച്ചത്, ഇറാനിൽ നേതൃമാറ്റം നടന്നു വരികയാണ്, അതിന് സമയമാകുമ്പോൾ വ്യക്തമാക്കും എന്നാണ്. എന്നാൽ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റ് സ്പീക്കർ പറയുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്നാണ്. ഒരു സത്യവും ഇതിനകത്തില്ല. ഇറാൻ മുൻകൈ എടുത്തൊരു ചർച്ചയ്ക്ക് പോയിട്ടില്ല. പല രാജ്യങ്ങളും 2 രാജ്യങ്ങളുമായും അവിടെവിടങ്ങളിലിരുന്ന് സംസാരിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാമെന്നല്ലാതെ ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇറാന്റെ ഏതെങ്കിലും ഊർജ പ്ലാന്റുകളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഊർജ പ്ലാന്റുകൾക്ക് മേൽ ഇറാൻ തിരിച്ചടിക്കുമെന്നും സമ്പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് ആയിരിക്കും അതിൻ്റെ അനന്തരഫലമെന്നും
ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ട്രംപിൻ്റെ പ്രസ്താവന കൊണ്ട് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യണം. പ്രസിഡന്റ് ട്രംപ് പറയുന്നു അടുത്ത 5 ദിവസത്തേക്ക്, അതായത് ചൊവ്വാഴ്ച വെളുപ്പാങ്കാലം UAE സമയം 3:45 ഇറാനെ ആക്രമിക്കില്ല പറഞ്ഞ പ്രകാരം എന്ന പ്രസ്താവന പുറത്തു വന്ന സമയം തന്നെ സംഭവിച്ച കാര്യങ്ങൾ. എണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയാൻ തുടങ്ങി. അത്രയ്ക്ക് വൈകാരികമാണ് ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ തന്നെ 13.5%, 12% എന്നിങ്ങനെയായിട്ട് എണ്ണവില കുറഞ്ഞ് 97.5, 86.5 എന്നിങ്ങനെയുള്ള രൂപത്തിലേക്ക് ബാരൽ എണ്ണവില ഡോളറിന് കുറഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. 100, 110, 117 എന്നൊക്കെ ആയത് നേരെ ഇടിഞ്ഞു താന്ന് 96.5, 86.5 ഒക്കെയായി മാറിയതിൻ്റെ ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ മാർച്ച് 23 തിങ്കളാഴ്ച വൈകുന്നേരം. അല്പം മുമ്പത്തെ വട്ടമേശ സമ്മേളനത്തിൽ ട്രംപ് പ്രസംഗിച്ച കാര്യം, മെംഫിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സമ്മേളനം നടന്നത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും, ഇസ്രയേലിനെ പറയുന്നത് ഏറ്റവും നല്ല പാർട്ട്ണർ എന്നാണ്. ഈ പാർട്ട്ണറുമായി ചേർന്ന് ഇറാനെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ 2 ആഴ്ചക്കിടയിൽ ഇറാൻ ആണവ ബോംബ് തന്നെ മറ്റു പലർക്കും മേലെ ഉപയോഗിക്കുമായിരുന്നു എന്ന അറിവ് കിട്ടിയിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഫെബ്രുവരി 28 ആക്രമണം നടത്തിയത് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇപ്പം നടന്നു വരുന്ന കാര്യങ്ങളെ ചില ആളുകൾ യുദ്ധമെന്ന് വിളിക്കുന്നു. പക്ഷേ ട്രംപിന് പറയാൻ ആഗ്രഹം ഇത് സൈനിക നടപടി മാത്രമാണ് എന്നതാണ്. ഏതായാലും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചില വാർത്തകൾ ഇന്നലെ മുതൽ വരുന്നത്, ഇസ്രായേലിലെ ഡിമോണ എന്ന് പറയുന്ന ആണവായുധങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം, അവിടെ ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും നടത്തിയ ആക്രമണം അത് ഇന്ന് വരെ ഇസ്രായേൽ കാണാത്ത വിധത്തിലുള്ളതായി മാറി രൂക്ഷമായിരുന്നു. 180-ലധികം ആളുകളെ അങ്ങനെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. തൊട്ടടുത്ത് കിടക്കുന്ന അറാദ് എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ ആക്രമണമുണ്ടായി. അതിനുശേഷം ലോകത്ത് പല വിധത്തിൽ മധ്യസ്ഥന്മാർ വന്നിട്ട് ചർച്ചകൾ നടക്കുകയാണ് എന്നും അറിയാൻ കഴിയുന്നു എന്ന് വലിയ വലിയ അന്താരാഷ്ട്ര ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ആക്സിയോസിൻ്റെ റിപ്പോർട്ട് പറയുന്നത് പാകിസ്ഥാൻ അടക്കം ഇപ്പോഴിതാ മധ്യസ്ഥ ചർച്ചയുമായി മുന്നോട്ട് വരുന്നു. വരുന്ന ദിവസങ്ങളിൽ കുഷ്നറും വിറ്റ്കോഫും ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഒക്കെ ഇസ്ലാമാബാദിൽ യോഗം ചേരും എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് ആക്സിയോസ് റിപ്പോർട്ട് ഇന്ന് എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധവുമായിട്ടൊന്നും നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, എന്നാൽ ഈ സമയത്ത് വളരെ നിർണായകമായ ഇൻഫർമേഷനായിട്ട് മാറുന്നൊരു വിഷയം സംഭവിച്ചത് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ. അതുകൂടി നമ്മളൊന്ന് അറിയണം. എയർ കാനഡയുടെ വിമാനം മോൺട്രിയലിൽ നിന്ന് ന്യൂയോർക്കിൽ വന്നിറങ്ങുമ്പോൾ ആ ലാൻഡിംഗ് സമയത്ത് റൺവേയിൽ ഒരു ഫയർ എഞ്ചിൻ എങ്ങനെ കടന്നു എന്നറിയില്ല. ഏതായാലും ഈ വിമാനം വന്ന് ലാൻഡിങ്ങിനിടെ ഫയർ എഞ്ചിനിൽ വന്ന് ഇടിക്കുകയും ആ 2 പൈലറ്റുമാരും അപ്പോൾ തന്നെ മരണമടയുകയും ചെയ്തു. വിമാനത്തിൽ 72 പേരുണ്ടായിരുന്നു യാത്രക്കാർ. അതിൽ 41 പേർക്ക് കാര്യമായ പരിക്ക് പറ്റി ആശുപത്രികളിലാണെന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞു കൊടുത്തു, ട്രക്ക് റൺവേ ക്രോസ് ചെയ്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞിട്ട് ട്രക്കിനോട് പറഞ്ഞു പോകല്ലേ, സ്റ്റോപ്പ് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഇതിനിടയിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇത് വല്ല അട്ടിമറിയുമാണോ, സ്വാഭാവികമായി പറ്റിയ ഒരു ഹ്യൂമൻ എററാണോ, മനഃപൂർവ്വം ആരെങ്കിലും കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണോ എന്നിങ്ങനെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആ എയർപോർട്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എണ്ണ വാങ്ങാൻ വേണ്ടി ഡോളർ വേണം. ഡോളറിന് വേണ്ടിയുള്ള വെപ്രാളത്തിനിടയിൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യച്യുതി വന്നതിനെക്കുറിച്ചുള്ള കണക്ക് കൂടി പുതിയതൊന്നറിയണം. ഇന്നലെ ഒരു ദിർഹത്തിന് 25-38 ആയിരുന്നത് ഞായറാഴ്ച വൈകുന്നേരമൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ 25-46 മാറിയിരിക്കുന്നു ഒരു ദിർഹത്തിന് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം. അതുപോലെ 22 ക്യാരറ്റ് സ്വർണം ദുബായിൽ ഇന്നലെ വൈകുന്നേരം, അതായത് ഞായറാഴ്ച വൈകുന്നേരം 501.5 ദിർഹമായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 30 ദിർഹമാണ് 22 ക്യാരറ്റ് ഒരു ഗ്രാമിന് കുറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 470.5 ആയിട്ട് മാറി. അത് ഉച്ചയോടുകൂടി കുറച്ചുകൂടി ഒന്ന് കൂടി 491 വന്നു. ഇപ്പോൾ രാത്രി നോക്കുമ്പോൾ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു ഗ്രാമിന് 22 ക്യാരറ്റ് 488 ദിർഹമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അത്യാവശ്യം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകാം, നമ്മുടെ എയർപോർട്ടുകളിൽ എത്തിച്ചേരാൻ വേണ്ടി ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുന്ന സീറ്റിൽ പോയി ഇറങ്ങിയിട്ട് അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ച് പോകാമെന്നൊക്കെ കരുതിയിരിക്കുന്ന നമ്മൾ പ്രവാസികൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അടി കൂടി ഉണ്ട്. ഒന്ന് മനസ്സിലാക്കണം. അത് നാട്ടിലിപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്ക് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ യഥേഷ്ടം വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല, സീറ്റിൻ്റെ
പ്രൈസിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ഇന്ന് മുതൽ ഈ 23-ാം തീയതി മുതൽ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കാരണം എണ്ണയ്ക്ക് വരുന്ന സർചാർജും അതിൻ്റെ വില കൂടുതലും ദൗർലഭ്യവും എല്ലാം കൂടി ചേർന്നിട്ട് വിമാന കമ്പനികൾ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നു. വരും ദിവസങ്ങളിലൊക്കെ വലിയ കൂടിയ ചാർജ് ആഭ്യന്തര സർവീസുകൾക്ക് കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് UAE-ലാകെ 16 ഡ്രോണുകളും 7 ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഈ വന്ന 16ഉം 7ഉം കൃത്യമായും നിർവീര്യമാക്കി. അപ്പോൾ അതിൻ്റെ ശബ്ദവും ഇടയ്ക്കിടെ കേട്ടിരുന്നു. ഇടിയും മിന്നലും മഴയും. ആ സമയത്ത് രാവിലെയൊക്കെ നല്ല മഴയുടെ സമയത്ത്, ഇടിമിന്നലിൻ്റെ സമയത്ത് ആ ശബ്ദവും കേട്ടിരുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിലേത് ശബ്ദമാണ് കേൾക്കുന്നതെന്നൊക്കെ ഒരു അമ്പരപ്പും ആശങ്കയും കുറേ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെയൊന്നും അത്ര കഠിനമായിട്ടുള്ള ഇൻ്റർസെപ്ഷൻ്റെ സൗണ്ട് കേട്ടില്ല. അതുപോലെ മഴ വന്നിട്ട് ഉണ്ടായിരിക്കുന്നൊരു കുളിര്. ഇനി 3-4 ദിവസം കൂടി മഴ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം. എന്നാൽ കാലാവസ്ഥ നല്ലതാണ്, കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് മഴ കാണാൻ ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ റോഡുകളിൽ, പ്രത്യേകിച്ച് ദുബായ്, ഷാർജ, അജ്മാൻ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഇപ്പോഴും ഉച്ചയ്ക്കിറങ്ങിയവർ സന്ധ്യ കഴിഞ്ഞിട്ടും വീട്ടിലെത്തിയിട്ടില്ല. അത്രയ്ക്ക് പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ പെട്ടെന്ന് രൂപം കൊണ്ടു എന്നുള്ള സത്യം മനസ്സിലാക്കണം. നാളെയുമൊക്കെ അങ്ങനെ പോകാനിരിക്കുന്നവർ ആ റോഡുകളിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥർ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. ചെറിയ വാഹനങ്ങളുമായിട്ട് വെള്ളക്കെട്ടിലൂടെ പോകുമ്പോൾ വെള്ളമകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. എൻജിൻ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇട്ട് തന്നെ വീണ്ടും തിരുക്കി എങ്ങനെയെങ്കിലും അത് ഓണാക്കി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയാൽ വാഹനങ്ങൾ കേടാകും. അതുപോലെ ഇൻഷുറൻസ് അവരുടെ നിയമം കൊണ്ടുവന്നിട്ട് പുലിവാലിലാക്കും. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്തത്, എവിടെയാണ് ഇതിൻ്റെ ഭിത്തി ഉള്ളത്, റോഡിൻ്റെ അതിർത്തി എവിടെയാണ് അറിയാൻ പറ്റുന്നില്ല, സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പോയി ഇടിക്കുന്നു, പിന്നെ അതിന് കേടുപാടുകൾ വരുന്നു. ഇതൊക്കെ നിരന്തരം സംഭവിക്കുന്നു. 3, 4, 5 മണിക്കൂറുകൾ റോഡിൽ തുഴഞ്ഞ് വീട്ടിലെത്തിയ ആളുകൾ അവരുടെ സാക്ഷ്യം നമ്മളോട് പറയുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെയും മറ്റന്നാളും ഒക്കെ മഴയുണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് NCMA അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു അല്പം ആശ്വാസ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ദുബായ് മിറക്കിൾ ഗാർഡൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി ക്യൂ നിന്നു. അപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു ചെറിയ ഫീസൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. വീണ്ടും ഇപ്പോൾ കുടുംബങ്ങൾക്ക് എമിറേറ്റ്സ് ഐഡിയുമായിട്ട് ചെന്നാൽ ഗേറ്റ് 3-ലൂടെ ഫ്രീ ആയിട്ട് തന്നെ കയറി പോകാൻ പറ്റും. പക്ഷേ ഫ്രീ എൻട്രി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. രാവിലെ 9 മുതൽ 9 വരെയാണ്, രാത്രി 9 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. പക്ഷേ ഫ്രീ ആയിട്ട് പോകണമെന്നുള്ളവർ 6 മണിക്ക് മുമ്പ് തന്നെ അകത്ത് കയറണം. ഗേറ്റ് 3 വഴി എമിറേറ്റ്സ് ഐഡി ഉണ്ടായിരിക്കണം. അങ്ങനെ ഏതായാലും കുടുംബങ്ങളായിട്ട് പോകുന്നവർക്ക് ഫ്രീ ആയിട്ട് മാർച്ച് 31 വരെ ആ പ്രവേശനം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു എന്ന അറിയിപ്പ് ദുബായ് മിറക്കിൾ ഗാർഡൻ നൽകുകയാണ്. ഒരു കാര്യം സമാധാനമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കാമെന്ന് കരുതുകയാണ്. നാളെ വെളുപ്പിന് വലിയ അത്ഭുതങ്ങൾ, ആക്രമണങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പല ആളുകളും ആശങ്കപ്പെടുകയും നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുകയും നിങ്ങൾ എങ്ങനെ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിലെ ഗവൺമെൻറ്റുകൾ എല്ലാ പ്രവാസികളോടും സ്വദേശികളോടും പറഞ്ഞത് പരമാവധി സംരക്ഷിക്കാൻ വേണ്ട ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ്റുകൾ, ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ട്രംപ് ഇങ്ങനെ 5 ദിവസത്തേക്ക് ആക്രമണമില്ല, സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലെത്തും എന്ന മുന്നറിയിപ്പൊക്കെ വന്നപ്പോൾ വീണ്ടും ഉഷാറായി വരുന്നൊരു ഗൾഫിനെ ആളുകൾ പെട്ടെന്ന് കാണുകയാണ്. കുറച്ചാളുകളൊക്കെ പറയും, ഇനിയിപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ, ജോലി പോകുമോ, അതായത് എന്താവും സാഹചര്യം എന്നറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾക്ക് വില കൂടുന്നു, വാടക കൂടിയേക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീതിപ്പെട്ടിരുന്ന ആളുകൾക്ക് ഇന്ന് രാത്രി കിട്ടിയിരിക്കുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ UAE-യുടെ സെൻട്രൽ ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുപാട് റിലീഫ് പദ്ധതികളുമായി വരുന്ന ഈ സമയത്ത് നമ്മൾ ശുഭാപ്തി വിശ്വാസം കളഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ധൈര്യമായി മുന്നോട്ട് നീങ്ങാനുള്ള ഊർജ്ജസ്വലമായ ആ ഊർജ്ജപ്രവാഹം മനസ്സിലേക്ക് ആവാഹിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നല്ലതേ വരൂ, നല്ലത് വരും എന്നത് ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. നല്ലത് വരട്ടെ. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീൻ ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഡീൽ പ്രൈസ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.